അപ്പോൾ ചെങ്ങന്മാരെ പല ഐറ്റം ഡിഷുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഐറ്റം നിങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ കണ്ടാവും. അപ്പോൾ എങ്ങനെ പോയാലോ? ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി. ഓക്കെ, അപ്പോൾ അതിക്ക് നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ എടുത്തുകൊണ്ട് നല്ല സൂപ്പറായിട്ട് കഴുകേണ്ടി വെക്കുക. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള മസാല, കുറച്ച് മുളകും പൊടി, ആവശ്യത്തിലുള്ള മുളകും പൊടി ഇട്ടാൽ അതിൻ്റെ കണക്കൊന്നും എന്നോട് ചോദിച്ചരുത്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, അതും അളവ് നമുക്കറിയില്ല, അപ്പം നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഇടുക. പിന്നെ നമ്മളെ മെയിൻ ഉപ്പിടാൻ മറക്കരുത്, കൂടരുത്. ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്ന ഒരാളും നമുക്ക് ഈ അളവൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നമ്മളൊരു ഫേവറേറ്റ് ഷെഫ് പറഞ്ഞതാണിത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് കോൺഫ്ലവർ ആവശ്യമായിട്ടുള്ള എല്ലാം കൂടി കൂട്ടിക്കാണ്ട് ഒരു മിക്സ് ചെയ്യൽ, നല്ല അടിച്ചാപ്പൊളി മിക്സിങ് കിട്ടുക. പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇടുക, നമ്മളിടലില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കുനുകുനാന്നിട്ട് അരിഞ്ഞിട്ട് അടുപ്പത്താണ്ട് ചട്ടിയാണ്ട് വെച്ചുകാണ്ട് ഒറ്റ കത്തിച്ചല്ലേ. പിന്നെ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ആദ്യം തന്നെ കുനുകുന അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അടുട്ട് തന്നെ നല്ലോണം മൂത്ത് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷെഫ്. അപ്പോൾ ആയിക്കോട്ടെ, മൂത്തോട്ടെ. കുറച്ച് ചീരക ഇട്ട് കൊടുക്കുക, ഇനി കുറക്കണ്ട, ഉസാറായിട്ട് ഇട്ടോളി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അതിട്ടാണ് മിക്സ് ചെയ്യാം. സവാളമ്മലാണ് സമയം പോലെ. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തേ, കുറച്ച് ഉപ്പിട്ട് കണ്ടാണ് അത് വാട്ടി. അതന്നെ എന്തായാലും വാടിക്കാണ്ട് നമ്മൾ തക്കാളി ഇട്ട് കണ്ട് നല്ലോണം മിക്സ് ആക്കാം. രണ്ടോണം വാടി വന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ നമ്മൾ മാറ്റി വെച്ച മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതതിനുണ്ട്. നമ്മൾ ഷെഫ് പ്രത്യേകം പറഞ്ഞു എന്ത് ചുരറ്റി വെച്ചണം. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു കുറവ് വേണ്ട, അഞ്ച് ടേസ്റ്റ് കുറഞ്ഞാലോ അഞ്ഞ് ഒഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, കുറച്ച് മല്ലിയില കുറച്ചിട്ടാൽ മതി. ഞാൻ ഇടണാണ്ട് വാരി വെച്ചിടാൻ നിൽക്കണ്ട. പിന്നെ എന്താ ചെയ്യുക, മൂടി വയ്ക്കുക, അത് വേവട്ടാണ്ട്. അങ്ങനെ സാധനം ഏകദേശമൊക്കെ വെന്തുകിട്ടാ. പോയ സമയത്ത് ഉമ്മ കുറച്ച് നേരം നീ നോക്കാൻ ഏൽപ്പിച്ച് ഉമ്മാൻ. അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞു ഉമ്മ. അങ്ങനെ ഏതായാലും എന്ത് ചെയ്യും, കറിയായി. പിന്നെ ടേസ്റ്റ് നോക്കിയാലോ, എന്താ പാട് നോക്കിയാലോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഷെഫിനെ മണ്ടിച്ചാൽ നമുക്ക്. നമ്മളെന്ത് ചെയ്യും, ചോറ്റിക്കാൻ ഉണ്ടാക്കി. എനിക്ക് കുറച്ച് ഗ്രേവിയും കൂടി വേണമല്ലോ. പതേ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കണത്. ചോറും ആ കറിയും നല്ല ചൂടുണ്ടായിരുന്നു. സംഭവം ഏതായാലും ഉഷാറായിക്കണം. അപ്പോൾ വിചാരിച്ച മാതിരിയല്ല, സംഗതി ഏതായാലും കിണ്ണം ചെയ്യണം. അപ്പം എന്താ ചെയ്യുക, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.